വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. ഇന്ന് നമുക്ക് കാർഡ്ബോർഡ് കൊണ്ട് നല്ലൊരു അടിപൊളി ഫോട്ടോ വാൾ ഹാങ്ങിങ് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 പീസ് കാർഡ്ബോർഡിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ ഇപ്പം സെമി സർക്കിളായിട്ടൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൗണ്ടിലുള്ള എന്തെങ്കിലും ഐറ്റം യൂസ് ചെയ്ത് നിങ്ങൾക്കത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ നോർമൽ പ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് അത് മാർക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് പീസ് സെമി സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ റൈസോ അതല്ലെങ്കിൽ പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മതി. ഇതിപ്പം പരിപ്പ് റൈസോ എന്നല്ല, ഈ ഒരു സീഡിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ കുറച്ച് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് റൈസ് ആയാലും പിന്നെ പരിപ്പായാലും ഒക്കെ യൂസ് ചെയ്യാം. അപ്പം നല്ല ഇങ്ങനെ കേട് വന്നതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്കിതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഡ്രൈ ആയാലും മാത്രമേ ഉള്ളൂ അതവിടെ സ്റ്റിക്കായി കിടക്കുള്ളൂ. അപ്പം കുറച്ച് ഞാനിപ്പോൾ ഒരു ദിവസം ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാൻ വെച്ചു. പിറ്റേന്നാണ് പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി, എങ്കിൽ ഇതൊക്കെ നല്ലോണം സ്റ്റിക്കായിട്ട് അവിടെ കിടക്കുള്ളൂ. പിന്നെ വൈറ്റ് ഗ്ലൂ ആയിരിക്കും ഇതിനൊക്കെ കുറച്ചുകൂടെ ബെറ്ററും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് ഒന്നും കൂടെ വൈറ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താണ്. അങ്ങനെ ആകുമ്പം അതും കൂടെ അവിടെ സ്റ്റിക്കായിട്ട് കിടക്കും. എന്നിട്ട് നല്ലതുപോലെ നമുക്കിത് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം പിറ്റേന്നാണ് ഞാനിപ്പം ബാക്കിയുള്ള പണികൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ സ്ക്വയറിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ വാൾ ഹാങ്ങിങ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അത് റെഡ് കളർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് എല്ലായിടത്തും പെയിൻറ്റ് ആവാൻ വേണ്ടിയിട്ട് ബ്രഷ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഒരു റെഡ് കളറിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ഗോൾഡൻ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതാ നമ്മൾ ഇതുപോലെ കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൽ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക്
നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് വാളിൽ നമുക്കിതുപോലെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഇത് ഹാങ് ചെയ്ത് വെക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.